ഞങ്ങൾ അന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഈ വിസ്മയങ്ങളെ കൂടി ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുമായിരുന്നു. 1. 2, ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് ചില അസൗകര്യങ്ങൾ, ഞങ്ങളുടെ സ്ക്രീനിങ് കമ്മിറ്റി അംഗങ്ങൾക്ക് അവരുടേതായ വ്യക്തിപരമായ അസൗകര്യങ്ങൾ കൊണ്ട് ഡൽഹിയിലെത്താൻ പറ്റിയില്ല. ഒരു ദിവസം മാത്രമാണ് വൈകിയത്. 48 മണിക്കൂറിനകം, അതായത് 2 ദിവസങ്ങൾക്കകം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 95 സ്ഥാനാർത്ഥികളും തീരുമാനിച്ചിട്ട് മടങ്ങി വരുന്നു. അതപ്പം ഞാൻ ചോദിച്ചല്ലോ, വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ ഈ ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ രാവിലെ പറയും സുധാകരൻ മത്സരിക്കില്ല, ഉച്ചയാകുമ്പോൾ നിങ്ങൾ പറയും സുധാകരൻ മത്സരിക്കും. നിങ്ങൾക്ക് വേറെ വാർത്തകളില്ലാത്തതിന് ഞാൻ നിങ്ങളെ കളിയാക്കൊന്നുമല്ല, നിങ്ങൾക്ക് വേറെ വാർത്തകളില്ല. അതുകൊണ്ടാണ് എന്തെല്ലാം വലിയ കലാപമാണ് CPM നടക്കുന്നത്. അവിടെ കുറച്ചുകൂടി ശ്രദ്ധിക്കും, വേണമെങ്കിൽ കുറച്ചുകൂടി വിസ്മയം ഉണ്ടാക്കി തരാം. ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉപരിയായിട്ട് നിലവിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയായിരിക്കും സ്വാഭാവികമായിട്ടും തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ പ്രഖ്യാപിക്കേണ്ടത്. അതെങ്ങനെ, എന്ത് കണക്കാ അല്ല, ആ കണക്കെന്ന് പറഞ്ഞേ എന്ത് കണക്കിലാണ് അത് അങ്ങനെ അങ്ങ് പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ അന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഈ വിസ്മയങ്ങളെ കൂടി ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുമായിരുന്നു. 1. 2, ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് ചില അസൗകര്യങ്ങൾ, ഞങ്ങളുടെ സ്ക്രീനിങ് കമ്മിറ്റി അംഗങ്ങൾക്ക് അവരുടേതായ വ്യക്തിപരമായ അസൗകര്യങ്ങൾ കൊണ്ട് ഡൽഹിയിലെത്താൻ പറ്റിയില്ല. ഒരു ദിവസം മാത്രമാണ് വൈകിയത്. 48 മണിക്കൂറിനകം, അതായത് 2 ദിവസങ്ങൾക്കകം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 95 സ്ഥാനാർത്ഥികളും തീരുമാനിച്ചിട്ട് ഞാൻ മടങ്ങി വരുന്നു. കോൺഗ്രസ് ചരിത്രത്തിലുണ്ടായിട്ടില്ല. അതായത് 2 ദിവസം കൊണ്ട് 95 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങളുടെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ 50-ലധികം സ്ഥാനാർത്ഥികളെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ഞാൻ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആ 24 മണിക്കൂറിൽ ആദ്യം അവർക്ക് എത്താൻ പറ്റിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൽഹിയിലെ മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം. മിനിയാന്ന് നടക്കേണ്ട അതിൻ്റെ ആദ്യത്തെ ദിവസം നടക്കേണ്ടതാണ് മിനിയാന്ന് നടന്നത്. മിനിയാന്ന് നടക്കേണ്ട കാര്യമാണ് ഇന്നലെ നടന്നത്. ഇന്നത് പ്രഖ്യാപിക്കും. എന്താണ് വൈകിയത്? അല്ലെ, എവിടെയാണ് വൈകിയത്? ഇനി പറഞ്ഞല്ലോ, അതല്ലേ കണക്ക്. ആദ്യത്തെ ദിവസം നടന്നില്ല, കാരണം അവരെത്തിയില്ല. സ്ക്രീനിങ് കമ്മിറ്റി അംഗങ്ങൾ ഡൽഹിയിലെത്തിയില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പിന്നെ 2 ദിവസം അല്ലല്ല, എനിക്കത് അറിയണം. 2 ദിവസം കൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിട്ട് അത് വൈകി. ഇപ്പോഴും CPM-ന്റെ തീർന്നിട്ടുണ്ടോ? LDF-ന്റെ പല കക്ഷികളുടെയും തീർന്നിട്ടില്ലല്ലോ. ഞങ്ങൾ 140 സീറ്റുകൾ ഘടകകക്ഷികളുടെ ഇടയിൽ ഒരു അപസ്വരമില്ലാതെ, നിങ്ങൾക്കൊരു വാർത്തയ്ക്ക് പോലും സ്കോപ്പില്ലാതെ, അല്ലല്ല, ഞങ്ങൾ വിഭജനം നടത്തിയല്ലോ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അപസ്വരം പോലും ഇല്ലാതെ വിഭജനം നടത്തി ഇല്ലേ? നിങ്ങളെന്താണ്, ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കും, മറ്റവരിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കും എന്നൊക്കെ ഒരു വാർത്ത. എന്തെങ്കിലും ഒരു അപസ്വരം UDF-ലില്ലാതെ അതിമനോഹരമായി ടീം UDF എന്ന് ഞാൻ പറയാറുണ്ടല്ലോ, ഞങ്ങളെല്ലാം പറയാറുണ്ടല്ലോ, ആ ടീം UDF ആണെന്ന് തെളിയിച്ചുകൊണ്ട് ഒരു അപസ്വരം ഇല്ലാതെ ചരിത്രത്തിൽ ആദ്യമായി 140 സീറ്റുകളും ഞങ്ങൾ പങ്കിട്ടെടുത്തു ആണല്ലോ. കോൺഗ്രസ് 2-3 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നടന്നില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് സുഖമില്ലാതായതുകൊണ്ടാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. 2 ദിവസം കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയും പൂർത്തിയാക്കി. എന്നിട്ട് ഇനി വൈകി പിടിച്ചു എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? LDF-ന്റെ ഇനി എത്ര സ്ഥാനാർത്ഥികളെ LDF-ന്റെ പൂർത്തിയാക്കാനുണ്ട്, UDF-ന്റെ എത്രയുണ്ടെന്ന് നോക്കുക. അപ്പോൾ ആരാണ് ആദ്യം പൂർത്തിയാക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.